കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദിന് മുന്നിലെത്തി നിൽക്കുകയാണ് തൊടുപുഴയുടെ ചരിത്രം തേടിയുള്ള നമ്മുടെ യാത്ര. AD 394 410 ഭരണകാലം. വളരെ ചെറുപ്പത്തിൽ തന്നെ റോമൻ പട്ടാളത്തിൻ്റെ കഠിന പരിശീലന മുറകൾ പഠിച്ച് ആദ്യ യുദ്ധം കഴിഞ്ഞപ്പോൾ ഗോതിക് സേനയുടെ നേതാവെന്ന നിലയിൽ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയും റോം നഗരത്തെ വിഴുങ്ങിയ കൊള്ളയടി യുദ്ധങ്ങളിലും വിസിഗോത്തുകളുടെ നേതാവ് എന്ന നിലയിലും അയാൾ പ്രശസ്തനായി. അലറിക് ഒന്നാമൻ. യുദ്ധതന്ത്രങ്ങളിലും യുദ്ധവിജയങ്ങളിലും പ്രശസ്തനായിരുന്ന അലറിക് AD 408 വീണ്ടും റോമിനെ ആക്രമിക്കാൻ ഒരു പദ്ധതിയിട്ടു. യുദ്ധത്തിനൊരുക്കുമെന്നോണം അവർ റോമിന് പുറത്ത് തമ്പടിച്ചു. തങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെടാതിരിക്കുവാൻ റോം ഭരണകൂടം ഒരുപാട് വഴികൾ ആലോചിച്ചുവെങ്കിൽ യുദ്ധ നേതൃത്വം നൽകിയ അലറിക് ഒന്നാമൻ റോം തലസ്ഥാനം തങ്ങൾ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരു പാരിതോഷികം വേണമെന്ന് റോമിനോട് ആവശ്യപ്പെട്ടു. ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആ വസ്തുവിൻ്റെ വില പിന്നീട് മനസ്സിലായിക്കൊണ്ടേയിരുന്നു. ആ വസ്തുവിൻ്റെ ഉറവിടം തപ്പിയിരുന്ന എല്ലാവരും പിൻകാലത്ത് കീഴ്മല നാട്ടിൽ എത്തിച്ചേർന്നു. അന്നത്തെ കാരിക്കോട് ചന്തയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന കച്ചവടക്കാർ ആ വസ്തുവിനെ ഒരു ഓമന പേരിട്ട് വിളിച്ചു, കറുത്ത പൊന്ന്. ചരിത്രാതീത കാലം മുതൽ ഏലം, കറുവാപ്പട്ട, കുരുമുളക്, ചുക്ക് മുതലായ സുഗന്ധദ്രവ്യങ്ങളും തേക്ക്, ഈട്ടി, ചന്ദനം മുതലായ തടികളും മയിൽ, കുരങ്ങ് മുതലായ ജീവികളും കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ഈ വ്യാപാര ബന്ധങ്ങളുടെ പ്രധാന സ്ഥാനമായിരുന്നു കീഴ്മലയിലാണ്. യൂറോപ്യൻ ചരിത്രകാരന്മാരുടെ വാക്കുകളിൽ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ ലോക ചരിത്രഗതിയിൽ നിർണായക പങ്ക് വഹിച്ചവയാണെന്നും തെളിവുകളുണ്ട്.